ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത്തവണത്തെ ഇയർ എൻഡിങ് ആൻഡ് ന്യൂ ഇയർ നമ്മൾ രാജേഷ് ഏട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്മൾ അരിക്കൊമ്പൻസും ടീംസും എത്തിക്കഴിഞ്ഞു. ഒരുവിധ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. ചിലർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത് ഫങ്ഷൻസ് അങ്ങനെയൊക്കെ ആയിട്ട് ചിലർ വന്നിട്ടില്ല. ബാക്കി എല്ലാവരും ഇവിടെ സെറ്റായി. ഞാൻ വീടിൻ്റെ അകത്തൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് വരുമ്പോഴത്തേക്കും ഒരു ദിവസം ഇവിടെ പാട്ടൊക്കെ കഴിഞ്ഞു. വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഞാൻ വീഡിയോസ് എടുക്കുന്ന ഇവർ വല്ലാതെ കളിയാക്കുന്നുണ്ട്. റിത്തുട്ടൻ അടുത്ത പാട്ട് പാടുമ്പോഴേക്കും ഞാൻ ഓടി വന്നു. അപ്പോഴേക്കും അതും കഴിഞ്ഞു. പിന്നെ നമ്മൾ വീടിൻ്റെ സൈഡിലൂടെ ഒന്ന് ബാക്ക് സൈഡിലേക്ക് എത്തിയപ്പോൾ ഇവിടെ നമ്മുടെ പാചകക്കാരായി മെയിനായിട്ട് നിൽക്കുന്നത് നമ്മുടെ നിസാർക്കയായിരുന്നു. നിസാർക്ക ഒരവസരം പോലും വേറെ ആർക്കും കൊടുക്കുന്നില്ല. എന്താ വെച്ചാൽ ഫുഡിൻ്റെ ക്രെഡിറ്റ് ഫുൾ തട്ടിയെടുക്കാനുള്ള പരിപാടിയാണ്. ആരെങ്കിലും ഇതിൽ കൈ കടത്തിയാൽ ചിലപ്പോൾ ഫുഡ് കൊളാവാൻ ചാൻസ് ഉണ്ട്. ആ ക്രെഡിറ്റ് ആയിരിക്കും നിസാർക്കക്ക് കിട്ടുക എന്നൊരു പേടിയുള്ളത് കൊണ്ട് തന്നെ ആരും ഈ ഏരിയയിലേക്ക് അടുപ്പിക്കുന്നില്ല. ഇതേ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അവിടെ കോഴി എന്തോ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതേ മോൻ തിരിച്ച് വിളിക്കുന്നുണ്ട്. നമുക്ക് ഇവരുടെ പാചകമൊക്കെ നടക്കട്ടെ, നമുക്ക് വീണ്ടും നമ്മുടെ പ്ലേസിലേക്ക് തന്നെ തിരിച്ചു പോവാം. മൈക്ക് കൈ കിട്ടിയ അവസരം മാക്സിമം മുതലെടുക്കുകയാണ് റിത്തൂസ്. ഇനി അടുത്ത് നമുക്ക് അനൂറിൻ്റെ ഒരു പാട്ടിലേക്ക് കടക്കാം. അനൂറ ഇവിടെ പാടി സുഖിപ്പിക്കുമ്പോൾ അതിനിടെ പുതിയ പുതിയ ഗസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് വേറൊരു നിസാർക്കയാണ് ഹസ് പരിചയപ്പെടുത്തുന്നത്. പുള്ളിക്കാരനൊരു ഗായകൻ കൂടിയാണ്. വഴിയെ നമുക്ക് പാട്ടൊക്കെ കേൾക്കാം. അലുവിൻ്റെ കുട്ടീസിൻ്റെ പാട്ടിലൂടെ ഒന്ന് കടന്നു പോകാം. പാട്ടിനിടയിലൂടെ നമ്മുടെ ആര്യ കടന്നു വന്നു. ഇവിടെ അതേ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ കിച്ചൺ ഏരിയയിലേക്ക് ചെന്നപ്പോൾ മെയിനായിട്ട് ബബിത ഇവിടെ ഞാൻ വരുന്ന കണ്ട ഉടനെ വേഗം സെറ്റ് ചെയ്ത് വെച്ച ഐറ്റംസ് ഒക്കെ മൂടി വെച്ച് വീഡിയോ എടുക്കുന്നതിന് എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. നെക്സ്റ്റ് ഞങ്ങൾ മ്യൂസിക്കൽ ചെയർ ആയിരുന്നു പ്ലാൻ ചെയ്തത്. ആദ്യം കുട്ടികൾക്കാണ് ചാൻസ് കൊടുത്തത്. അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി. നല്ല വീറോടും വാശിയോടും കൂടി തന്നെ കുട്ടികൾ മത്സരിക്കുന്നുണ്ട് ഇവിടെ.
ഫൈനലി നമ്മളിവിടെ ഒരു വിജയെ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ വിജയെ കിട്ടി. ഇനി നെക്സ്റ്റ് ലേഡീസിൻ്റെ മിസ്റ്റേറായിരുന്നു ഗ്രൗണ്ടൊന്നും ഔട്ടാവാനായിരുന്നു എനിക്കിഷ്ടം. കാരണം നമുക്ക് വീഡിയോസൊക്കെ സ്വസ്ഥമായിട്ട് എടുക്കാം. പക്ഷേ എന്താ ചാൻസ് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഫസ്റ്റ് ടൈം ആയിരുന്നു നമ്മളിവിടെ ലാസ്റ്റ് റൗണ്ട് വരെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയ് ഞാനല്ല കേട്ടോ. വളരെ സുന്ദരമായി ആഘോഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടനം ഔദ്യോഗികമായി ചെയ്യാനായി നമ്മുടെ പഞ്ചായത്ത് ആകെ എടുത്ത് നോക്കുമ്പോൾ വളരെ ദുർലഭ സ്ഥലങ്ങൾ മാത്രമേ ന്യൂ ഇയർ ആഘോഷം നടക്കുന്നത്. രാജേഷ് രാവിലെ വന്ന് ഇങ്ങനെ ഇവിടെ ഒരു തിരുവനന്തപുരത്ത് കുറേ സുഹൃത്തുക്കൾ, രാജേഷിൻ്റെ സുഹൃത്തുക്കളാകെ ഇവിടെ വന്നു ചേരും. സുഹൃത്തുക്കളെന്ന് നിൽക്കില്ല, കുടുംബം പറഞ്ഞാൽ വേറൊരു രീതിയാണ്. അതേസമയം കുടുംബത്തോടെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഹൃദയത്തിൽ തട്ടുന്നൊരു വേദിയായി മാറും. അങ്ങനെ എല്ലാരെയും വിളിച്ചതിൽ എനിക്ക് നല്ലോണം പോലെ എനിക്ക് സന്തോഷമുണ്ട്. ഒരു നാണം വിചാരിക്കുന്ന ഒരു ആ ഒരു സമയത്ത് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ആ ഒരു സമയത്ത് കാറെടുത്ത് നമ്മുടെ സുഹൃത്തിന്റെ അടുത്ത് വാഗമണ്ണ് വരെ പോയി എന്നുള്ളതാണ്. അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. അദ്ദേഹത്തിന് ടെൻഷൻ ഈ ഒരു പരിപാടിയിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഷിംജിത്തിന് വേണ്ടി രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി രമ്യയെ. എന്തായാലും വലിയ സന്തോഷം. ഷിംജിത്തായിട്ട് ഇല്ലാത്തതുകൊണ്ട് വരാനൊരു മടിയായിരുന്നു സത്യത്തില്. പക്ഷെ സമ്മതിച്ചില്ല, ആരെയും ഷിംജിത്തായിട്ട് സമ്മതിച്ചില്ല. എന്തായാലും പോണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എത്തി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു പരിപാടി വളരെ ഗംഭീരമാക്കണം. അതിനോട് ശ്രമിക്കുക. പരിപാടി നമുക്ക് ഉഷാറാക്കണം. അതേ പറയാനുള്ളൂ. എല്ലാവർക്കും എൻ്റെ വക പ്രത്യേകത കടത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ സുമേഷിനെ ഈ ഒരു ഇതിലേക്ക് ക്ഷണിക്കുക. ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് ഐക്കൺ ഗ്രൂപ്പ് മാത്രമല്ല, നമ്മൾ നല്ല എല്ലാ ഗ്രൂപ്പും ചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇപ്പൊ സതീശേട്ടനുണ്ട്, ഏട്ടനുണ്ട്, എല്ലാവരും പങ്കെടുക്കുന്ന എല്ലാ പരിപാടിയും നല്ല ഗംഭീരമായിട്ട് കഴിയട്ടെന്ന് ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരോടും എനിക്ക് സന്തോഷം പങ്കിടാൻ ഈ അവസരം ഒരുക്കി തന്നെ എൻ്റെ ഉമ്മാനോടും ഉപ്പാക്കും ഞാൻ ആദ്യം എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നമ്മളെ പോലെ തന്നെ ഈ ലോകത്ത് പല സ്ഥലങ്ങളിലും പല ഇടങ്ങളിലുമായിട്ട് നമ്മളെ പോലെ സന്തോഷത്തോടെ തുള്ളി ചാടാനും സന്തോഷപൂർവ്വം ആഹാരം കഴിക്കാനും കഴിയാത്ത കുട്ടികളുണ്ട്. പിന്നെ നമ്മളെ പോലെ മാതാപിതാക്കൾ മരിച്ച് ഒന്നും കഴിയുന്ന പോലും ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കുട്ടികളുണ്ട് ഈ ലോകത്ത്. അപ്പോൾ ഇന്ന് ഈ സന്തോഷം നിറഞ്ഞ ദിവസം അനാഥരായ കുട്ടികൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും ആരോഗ്യവും ആയുസ്സും കുടുംബത്തോടെ എന്നും സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന. പരിപാടി കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ, ആ ഒരു സന്തോഷം വീണ്ടും ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നും ഇവിടെ കാര്യമായിട്ട് ഒത്തുകൂടി. നമ്മളെന്താ പറയാ, പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഓരോ പ്രോഗ്രാമും ഒക്കെ ഉണ്ടാവും. എന്നാലും അതൊക്കെ മാറ്റി വെച്ചിട്ടും ഇതിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ഈ സന്തോഷം എന്നും നിലനിൽക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇല്ലാത്തവരെ ഇപ്രാവശ്യം ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടായ്മ ഒന്നുകൂടെ വലുതാവാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹലോ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും കൂടി ഇവിടെ കൂടി കഴിഞ്ഞിട്ട്. എൻ്റെ മോളിൽ ഞാൻ കുറേ വിളിച്ചതാണ്, അമ്മ ഇങ്ങോട്ട് പോരി, ഇവിടെ ഉണ്ട് ഹാപ്പി ന്യൂ ഇയർ.
അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ മോന്റെ കൂട്ടുകാരൊക്കെ വരിക, ഞാൻ അതുകൊണ്ട് വരുന്നില്ല. ഹാപ്പി ന്യൂ ഇയർ. 2024 കടന്നുപോയി 2025 കടന്നു വരുമ്പോൾ ഈ ഒരു മുഹൂർത്തത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പിന്നെ രാവിലെ ഇവിടെ വന്ന് എല്ലാത്തിനും നേതൃത്വം നൽകാനും ഭക്ഷണം ഉണ്ടാക്കാനും വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. എസ്പെഷ്യലി അച്ഛനെ കൂട്ടാനും എല്ലാവർക്കും സ്വാഗതം. പിന്നെ പറയാൻ കിട്ടും, ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും കൂടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ ഭർത്താക്കന്മാർക്ക് ആദ്യം ആഘോഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പക്ഷെ ഈ അരിക്കൊമ്പൻസ് തുടങ്ങിയതിന് ശേഷമാണ് സണ്ണൻ ഒരു ഫാമിലി മാനായി അവരാഘോഷിക്കാൻ തുടങ്ങിയത് ഈ അരിക്കൊമ്പൻസിൽ വന്നു. നിങ്ങളോടൊത്ത് എല്ലാവരോടൊത്ത് ഈ വേദിയിൽ എനിക്കും വരാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഞാനൊന്നും ഇതിൽ എത്തിപ്പെടുമെന്ന് വിചാരിച്ചതല്ല, എന്നാലും എല്ലാവരുടെയും വിശ്വസിനൊക്കെ ശേഷം നമ്മൾ ഫുഡിൻ്റെ പരിപാടിയിലേക്ക് കടക്കുകയായിരുന്നു. ഈ ഒരു അവസരത്തിൽ നമ്മൾ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഷിംജിത്തേട്ടനെയും അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ലവണ്ണം. അപ്പോൾ ഇവിടെ ഫുഡിൻ്റെ സെറ്റപ്പ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. കുട്ടീസിൻ്റെ കൂടെ തന്നെ ഞാനും അനൂറയും കൂടെ ഇവിടെ സീറ്റ് റെഡിയാക്കി. ഇത് ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരായിട്ട് ഇവിടെ ഓരോ ഐറ്റംസ് വിളമ്പി തരുന്നത് നമ്മുടെ നിസാർക്കയുടെ സ്പെഷ്യൽ ബിരിയാണീൻ്റെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അതേ നമ്മുടെ മെയിനായിട്ടുള്ള ആൾ ഇത് ഈ വഴി തന്നെ റൗണ്ട് അടിച്ച് കളിക്കുന്നുണ്ട്. ഫുഡിൻ്റെ അഭിപ്രായമൊക്കെ നമുക്ക് നേരിട്ട് തന്നെ പറയണം. എൻ്റെ ഡാർലിങ് ഇതേ തൈരുമായി വെറുതെ ഇവിടെയൊക്കെ റൗണ്ട് അടിച്ച് കളിക്കുന്നുണ്ട്. അതിനിടെ സനലേട്ടൻ ഇതേ നല്ല മോരിഞ്ഞ ചിക്കൻ തന്നെ വിളമ്പി തരുന്നുണ്ട്. അങ്ങനെ ഒരുവിധം ടീംസൊക്കെ ഇതേ ഇവിടെ റെഡിയായി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതേ ഫുഡൊക്കെ വിളമ്പി റെഡിയാക്കി. ഇനി നമുക്ക് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ റെഡിയല്ലേ? ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ഫുഡാണ് നിസാർക്ക് വരുന്നത്. ക്ലിയർ ഇല്ല, ഫുഡ് ഉഷാറായിട്ട് അടിപൊളി സൂപ്പർ. ഫുഡിനെ കുറിച്ചുള്ള അഭിപ്രായം അറിഞ്ഞപ്പോൾ നിസാർക്കൊക്കെ നല്ലൊരു സംതൃപ്തി കിട്ടിയ പോലെ ഉണ്ട്. ഫുഡ് സീരിയസ് ആയി പറയാൻ നല്ല രസമുണ്ടായിരുന്നു. അതിനിടെ ഇവിടെ നമ്മുടെ ഗായകൻ്റെ പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഗായകനും ഗായികയും കൂടി ചേർന്ന് ഒന്നിച്ച് ആലാപനം. അതിനിടെ കുട്ടീസിനും കൂടെ നമ്മൾ അവസരം കൊടുത്തിരിക്കുകയാണ് പാട്ട് പാടാൻ. അതിനിടെ രാജേശ്വരനും കൂടെ ഒരാഗ്രഹം കല്ലായി കടവത്തു പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തു കണ്ണാടി കവിളത്തു. നെക്സ്റ്റ് നമ്മുടെ അനൂറയുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള മോഹൻദി പാടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും
കുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്കുള്ള പ്രൈസ് വിതരണം ആദ്യം തന്നെ നടത്താമെന്ന് വിചാരിച്ച് എല്ലാ കുട്ടികൾക്കും പ്രൈസ് കൊടുക്കാനാണ് നമ്മുടെ തീരുമാനം. രമ്യ ഫോട്ടോ രമ്യ സമ്മാനം ചാരു ചാരു ദേവു സച്ചു സേഹ ഡോക്ടർ എല്ലാവരും പാടുന്നതൊട്ടും സഹിച്ചില്ല. മൈക്ക് പാടി നമ്മളെല്ലാവരും ചേർന്ന് മാക്സിമം എൻജോയ് ചെയ്യുന്നത്. ഷിംജിത്തേട്ടൻ്റെ മിസ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് മാക്സിമം ആടി ഡാൻസിനും കൂത്തിനും ശേഷം നമ്മൾ വീണ്ടും ഗെയിമിലേക്ക് കടന്നു. കുട്ടികൾക്ക് വേണ്ടി ഒരു ലെമൺ സ്പൂൺ മത്സരം. കുട്ടികൾക്ക് മാത്രമെന്നല്ല, കുട്ടികളുടെ അവസരം കണ്ടപ്പോൾ നമ്മൾ ലേഡീസിനും ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ നമ്മളും അതൊക്കെ കണ്ടക്ട് ചെയ്തു. എത്ര പെട്ടെന്നാണല്ലേ ടൈം പോകുന്നത്. ഫൈനലി നമ്മുടെ 12 o'clock ആവാനായി. നമ്മളിവിടെ കേക്കൊക്കെ പെട്ടെന്ന് എത്തിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. രാജേഷേട്ടൻ വീടിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നുണ്ട്. കറക്റ്റ് 12 മണിയാവില്ല ഇവിടെ കേക്ക് കട്ട് ചെയ്യലും അവിടെ സ്കൈ ഷോട്ട് പൊട്ടിക്കലും.
ഓക്കെ സെറ്റ്. ഇത് നമ്മുടെ വലിയ കേക്ക് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. പക്ഷെ പാക്കിങ് കണ്ടപ്പോൾ ഒരുപാട് വലുതായിരുന്നു. തുറന്നു നോക്കിയപ്പോൾ അത്രക്കൊന്നും പ്രതീക്ഷ അത്ര ഇല്ലായിരുന്നു. എന്നാലും ഓക്കെയാണ്. എല്ലാവരും ഒത്തുകൂടി രാജേശ്വരിൻ്റെ അമ്മയെ സെൻറ്ററിൽ നിർത്തി കുട്ടികളൊക്കെ സൈഡിൽ നിർത്തി കേക്ക് കട്ടിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ കേക്ക് കട്ടിങ് നടക്കുമ്പോൾ അവിടെ ഒരു സ്കൈ ഷോട്ട് പൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. കണ്ണിലേക്ക് പൊടി വരുന്നുണ്ട്. കേക്ക് വാങ്ങി ഒന്ന് വരിക, എല്ലാവരും ഒന്ന് വരിക. ഒരു പ്ലേറ്റും എടുത്തോ, പ്ലേറ്റ് എടുത്തോ, പ്ലേറ്റ്. ഇവിടെ കേക്ക് കട്ടിങ്ങും ഷെയറിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിസാർക്കാണ് എല്ലാത്തിനും മെയിനായിട്ട് നിന്ന് കൊടുക്കുന്നത്. എല്ലാവർക്കും പേടിയുണ്ട്, എനിക്ക് കിട്ടും, എനിക്ക് കിട്ടുന്നില്ല. കൊടുക്കാൻ മതി. അവിടെ മക്കൾക്ക് ഓരോ വേഷം കൊടുത്താൽ വേമ്പ കൊടുത്താൽ കൊടുത്താൽ ഒരു പീസ് കൊടുക്കും. അങ്ങനെ വളരെ മനോഹരമായി തന്നെ നമ്മളുടെ 2024 ഇവിടെ എൻഡ് ആവുകയും 2025 ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. എന്നും ഈ ജോയ്ഫുൾനെസ് നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടാവട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ഫോർ വാച്ചിങ്.